കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ച വിഷയം കർത്താവായ യേശു ആര് എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിപ്പാൻ സർവശക്തനായ ദൈവം ചെറിയ തോതിൽ നമുക്ക് സാധിപ്പിച്ചു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് ചിന്തിപ്പാനാണ് ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ച ഭാഗം 1 തിമോഥെയോസ് 1:15 ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. എല്ലാവരും അംഗീകരിക്കേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ പാപമോചനം എന്ന വിഷയമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ റോമാലേഖനം 3:23 വാക്യം പറയുന്നു, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്തു. ആ വർഗത്തിന്റെ പാപം പാരമ്പര്യമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പാപം ചെയ്തിരിക്കുകയാണ്. പാപമോചനം പ്രാപിപ്പാൻ ബാധ്യസ്ഥരായിരിക്കുന്ന വ്യക്തികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. എന്താണ് എല്ലാവർക്കും വേണ്ടതായ കാര്യം എന്ന് പറയുന്നത്? പാപമോചനമാണ്. യേശു ചെയ്ത അത്ഭുതങ്ങളൊക്കെയും എല്ലാവർക്കും വേണ്ട കാര്യമല്ല. യേശു ഒരു കുഷ്ഠരോഗിയെ ശുദ്ധരാക്കി, അത് നമുക്ക് പ്രത്യേകമായ ഗുണമൊന്നും അതിലില്ല. യേശു ക്രിസ്തു കുരുടരെ കാഴ്ച കൊടുത്തു, അതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം? എനിക്കൊരു പ്രയോജനമില്ല. ആത്മീയമായി സന്തോഷിക്കാൻ കഴിയുമെന്നുള്ളത് ശരിയാണെങ്കിലും എനിക്ക് അതുകൊണ്ട് യാതൊരു വിശേഷതയുമില്ല. യേശു ചില വ്യക്തികളുടെ ജീവിതത്തിൽ അവർക്ക് അപ്പം കൊടുത്തു, അതുകൊണ്ട് എനിക്കെന്താ വിശേഷത? എനിക്കൊരു വിശേഷതയുമില്ല. അത് അവർക്കാണ് ഗുണം ചെയ്യുന്നത്, എനിക്കതിൽ ഗുണം ചെയ്യുന്നില്ല. എന്നാൽ സത്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ യേശുവിന്റെ പാപമോചനം എന്ന വിഷയം എല്ലാവർക്കും ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. രോഗികളെ യേശു സൗഖ്യമാക്കിയെങ്കിൽ ആ രോഗിക്കാണ് അതുകൊണ്ട് ഗുണം ചെയ്യുന്നത്. എന്നെ കർത്താവ് സൗഖ്യമാക്കിയാൽ എനിക്കാണ് അതിന്റെ ഗുണം ചെയ്യുന്നത്, മറ്റുള്ളവന് അതിന്റെ ഗുണം നമുക്ക് കാണാനായി സാധിക്കുന്നില്ല. എന്നാൽ യേശുവിന്റെ പാപമോചനം എന്ന വിഷയം എല്ലാവർക്കും ജാതി മത വർഗ വ്യത്യാസം കൂടാതെ എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. പോകട്ടെ, നാം ചിന്തിക്കുക, യേശു നമ്മുടെ പാപങ്ങളെ മോചിപ്പാൻ ഈ ലോകത്തിലേക്ക് വന്നു. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതയാത്രയില് പരാജയങ്ങളും അബദ്ധങ്ങളും തോൽവികളും ബലഹീനതകളും ഒക്കെ വരാറുണ്ട്. ആരും പൂർണ്ണരല്ല, എല്ലാവരും അപൂർണരാണ്. എന്നാൽ നമ്മുടെ ബലഹീനത നമ്മുടെ ദൈവം എന്ത് ചെയ്യുന്നില്ല, കണക്കിടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ, ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന മോശ പാറയോട് കൽപ്പിക്കാനായിട്ട് ദൈവം കൽപ്പിച്ചപ്പോൾ, സംഖ്യാപുസ്തകത്തിൽ കാണുന്ന കാര്യമാണ്, കൽപ്പിച്ചപ്പോൾ അവൻ പാറയെ 2 പ്രാവശ്യം അടിച്ചു. പ്രൈസലോ. എന്നാൽ വെള്ളം ചാടി പുറപ്പെട്ടു എന്ന് കാണാനായി സാധിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അവൻ കൽപ്പന ലംഘിക്കുകയായിരുന്നു. ദൈവം പറഞ്ഞത് എന്താണ്? പാറയോട് കൽപ്പിക്കാനാണ്. എന്നാൽ മോശ എന്താണ് ചെയ്തത്? അവൻ പാറയെ അടിക്കുകയാണ് ചെയ്തത്. എന്നാൽ വെള്ളം ചാടി പുറപ്പെട്ടു എന്ന് നമുക്ക് അവിടെ കാണാനായി സാധിക്കുന്നു. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, മോശയെ അവിടെ മാനിക്കേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബലഹീനത ഉണ്ടായിരുന്നാലും തോൽവികൾ ഉണ്ടായിരുന്നാലും അനേകരുടെ മുമ്പില് നമ്മെ മാനിക്കുന്ന ദൈവകൃപയെ ഓർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുവാന്നൊക്കെ കാരണമായി തീരണം. യേശുവിന്റെ അത്ഭുതത്തിൽ നാം ആശ്രയിച്ചതുകൊണ്ട് നമുക്ക് നിലനിൽക്കാൻ സാധിക്കുകയില്ല. അത്ഭുതം ആവശ്യമാണ്. കർത്താവിന്റെ മഹത്വത്തിനു വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്തിട്ടുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളിലൂടെയാണ് ദൈവം തന്റെ വചനത്തെ ഉറപ്പിച്ചത്. എന്നാൽ നമ്മുടെ ആശ്രയം അത്ഭുതമല്ല, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ് പ്രാധാന്യം. വചനത്തിൽ അടിസ്ഥാനമിട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിക്കാണ് അത് നിത്യജീവൻ പ്രാപിപ്പാന്നൊക്കെ കാരണമായി തീരുന്നത്. അത്ഭുതം ലഭിച്ച ഒരു വ്യക്തിക്ക് അത്ഭുതം ലഭിക്കാതാകുമ്പോൾ അവൻ പിന്മാറിപ്പോകാനിടയായി തീരും. അടയാളം കണ്ട ഒരു വ്യക്തിക്ക് അടയാളം കാണാതാകുമ്പോൾ പിന്മാറിപ്പോകാനിടയാകും. രോഗസൗഖ്യം പ്രാപിച്ച വ്യക്തി രോഗസൗഖ്യം കിട്ടാതാകുമ്പോൾ അവൻ മടങ്ങിപ്പോകാനിടയായി തീരും. എന്നാല് രോഗസൗഖ്യം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, അത്ഭുതം കണ്ടാലും കണ്ടില്ലെങ്കിലും, അടയാളങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും ദൈവത്തെ മുറുകെ പിടിച്ച് യാത്ര ചെയ്യുവാൻ ഒരുവിന് കഴിയണമെങ്കിൽ വചനത്തിൽ അടിസ്ഥാനമിട്ട് ജീവിതം പണിയുന്നതിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടിയിരിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 6-ാം അധ്യായത്തിൽ കർത്താവായ യേശു മരുഭൂമിയിലാണ്, അല്ലെങ്കിൽ മലയിലാണ്. ആ സമയത്ത് വലിയൊരു പുരുഷാരം കർത്താവായ യേശുവിനെ അനുഗമിച്ചതായി നമുക്ക് കാണാനായി സാധിക്കുന്നു. യേശു അവരോട് ദൈവവചനം പറയാൻ തുടങ്ങി. വചനം കേട്ടതിന് ശേഷമായിട്ട് യേശു ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പി. ചരിത്രം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 6-ാം അധ്യായത്തിൽ യേശു മനസ്സലിഞ്ഞു. യേശു പറയുകയാണ്, അവർ പോകുന്ന സമയത്ത് അവർ തളർന്നു പോകും. അതുകൊണ്ട് യേശു മനസ്സലിഞ്ഞ് അവരുടെ വിഷയം അവിടെ പരിഹരിപ്പാനിടയായി അപ്പം കൊടുത്ത് അവരെ തൃപ്തരാക്കി.
ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്കൊരു കാര്യം ഓർപ്പിക്കാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അവസ്ഥ അറിയുന്ന ഒരേ ഒരുവനെ ഉള്ളൂ എന്ന് നമ്മുടെ കർത്താവ് മാത്രമാണ്. ഭാര്യയ്ക്ക് ഭർത്താവ് അവസ്ഥ അറിയാൻ സാധിച്ചെന്ന് പൂർണ്ണമായി സാധിക്കുകയില്ല. ഭർത്താവിന് ഭാര്യയുടെ അവസ്ഥ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരികയില്ല. മാതാപിതാക്കന്മാർക്ക് മക്കളുടെയും മക്കൾക്ക് മാതാപിതാക്കന്മാരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരികയില്ല. എന്നാൽ എല്ലാവരുടെയും ആവശ്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന സത്യമാണ് നമുക്കത് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ആ കൂടിയിരുന്ന പുരുഷാരത്തിൽ ഒരു വ്യക്തി പോലും യേശുവിനോട് പറഞ്ഞില്ല, ഞങ്ങൾക്ക് ആഹാരം തരണം, ഞങ്ങൾ വഴിയിൽ തളർന്നു പോകും, ഞങ്ങൾ ബലഹീനരായി തീരും. ഇല്ല, പറഞ്ഞില്ല. എന്നാൽ അവരുടെ അവസ്ഥ കർത്താവ് അറിയുക. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതന, നിന്റെ ജീവിതത്തിലെ നിന്റെ അവസ്ഥ അറിയുന്ന ഒരു കർത്താവ് നീറുന്ന ഹൃദയത്തോടെ, തകർന്ന ഹൃദയത്തോടെ, എങ്ങനെയാ ദൈവമേ അടുത്ത ജീവിതം എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന സാഹചര്യത്തിൽ നിന്റെ അവസ്ഥ അറിയുന്ന ഒരു കർത്താവ് നീ അറിയാത്ത ചില വഴിയിലൂടെ നിന്നെ നടത്തുവാൻ ശക്തനായിരിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്യുവാൻ കാരണമായി തീരണം. ദൈവദാസനായിരിക്കുന്ന ഏലിയാവ് കെരീത് തോട്ടിനരികെ ദൈവനിയോഗപ്രകാരം ഒളിച്ചിരിക്കുക. കാക്ക അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കുന്നു. തോട്ടിലെ വെള്ളം അവൻ കുടിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം കാക്കയുടെ വരവ് നിന്നുപോയി, കാക്ക വരുന്നില്ല. എന്നാൽ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് തോട്ടിൽ ചെന്നപ്പം തോട്ടിലെ വെള്ളം വറ്റിയിരിക്കുക. എന്നാൽ ദൈവദാസനായിരിക്കുന്ന ഏലിയാവിനെ ദൈവം കൈവിടുകയല്ലായിരുന്നു, ഏലിയാവിനെ ദൈവം ഉപേക്ഷിക്കുകയല്ലായിരുന്നു. ഒരു വഴി മറ്റൊരു വഴി തുറക്കാൻ നമ്മുടെ ദൈവം ശക്തനായിരിക്കുന്ന ദൈവമാണ്. കാക്കയുടെ വരവ് നിന്നാലും തോട്ടിലെ വെള്ളം വറ്റിയാലും നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവിടെ തെളിയിക്കുന്ന രംഗമാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. എന്താ അവിടെ സംഭവിക്കുന്നത്? ഏലിയാവിന്റെ ജീവിതത്തിൽ കാക്കയുടെ വരെ നിന്ന് പദ്ധതി എന്താണ് ചോദിച്ചാൽ, തോട്ടിലെ വെള്ളം വറ്റിയതിന്റെ പദ്ധതി എന്താണ് ചോദിച്ചാൽ, അവൻ ദൈവശബ്ദം കേൾക്കാൻ സമയമായി എന്നുള്ളതാണ് അതിന് കാരണമായത്. ദൈവം ഏലിയാവിനോട് സംസാരിക്കുകയാണ്, ഞാൻ നിന്നെ സാരഫത്തിലേക്ക് അയച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി നമുക്ക് വേണ്ടി തുറക്കാൻ ദൈവ ശക്തനാണ്. കാക്കയുടെ വരവും തോട്ടിലെ വെള്ളവും രണ്ടു വഴിയായിരുന്നു. ആ രണ്ടു വഴിയും അവിടെ അടഞ്ഞെങ്കിൽ രണ്ടു വഴി ദൈവം വേറെ തുറക്കുവാന്നൊക്കെ കാരണമായി തീർന്നു. എന്താ രണ്ടു വഴി? അതായത് ഭരണിയിലെ കലത്തിലെ മാവുമാണ് അവിടെ വർദ്ധിപ്പാന്നൊക്കെ അവിടെ ഒരുക്കുവാന്നൊക്കെ കാരണമായത്. അപ്പോൾ ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി നമുക്ക് വേണ്ടി തുറക്കാൻ ദൈവ ശക്തന. തിരുവചനം വായിക്കുന്നു, ആരടച്ചാലും തുറക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന സത്യം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ആകയാൽ ആ തുറക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, മുട്ടിപ്പായി ആ ദൈവത്തോട് കരയുന്നുവെങ്കിൽ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ദൈവത്തിൽ വീട് കിടക്കുന്നുവെങ്കിൽ, ദൈവം നമ്മെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. നമ്മുടെ ഏത് വലിയ പ്രശ്നമാണെങ്കിലും, പർവ്വത സമാനമായ പ്രശ്നത്തിന്റെ മേലും ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ച് ദൈവത്തിൽ തന്നെ ആശ്രയം വയ്ക്കുന്നുവെങ്കിൽ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. തിരുവചനം വായിക്കുന്ന എങ്ങനെയാണ്? യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ജനം ഭാഗ്യമുള്ളതെന്നാണ്. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ലജ്ജിപ്പാൻ ദൈവം ഒരു നാൾ സമ്മതിക്കുകയില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, കർത്താവിലെ ആശ്രയിക്കാം. ദൈവത്തിൽ നമുക്ക് ചാരുവാന്നൊക്കെ യേശു ക്രിസ്തുവിനെ അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് വിചാരിച്ച് നാം അത്ഭുതത്തിലൂടെ ആശ്രയിക്കുകയല്ല, നാം ദൈവവചനത്തിൽ ഉറക്കുകയാണ് വേണ്ടത്. ദൈവവചനത്തിൽ നാം ഉറയ്ക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ദൈവശക്തനാണ്. നമ്മുടേതായിരിക്കുന്ന ആവശ്യത്തിന് പ്രവർത്തിപ്പാൻ ദൈവശക്തനാണ്. നിന്റെ ഞെരുക്കം മാറ്റാൻ ദൈവശക്തനാണ്. നിന്റെ കടഭാരം മാറ്റാൻ ദൈവശക്തനാണ്. നിന്റെ രോഗത്തിന്മേൽ ജയം തരുവാൻ ദൈവശക്തനാണ്. അതേ, ലോക വൈദ്യന്മാർക്ക് തരാൻ സാധിക്കാത്ത ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ശാരീരികമായ മണ്ഡലത്തിൽ വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.